പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം തുടർന്നുള്ള അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള സാക്ഷ്യം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും സന്തോഷവാന്മാരാണല്ലേ? സന്തോഷമുള്ളവർ ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി. ചിലരുടെ കരം പോലും കാണുന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആകെ കൂടെ സന്തോഷിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഇതാ. എവിടാ? ദൈവസന്നിധി. ഇവിടെ സന്തോഷിക്കാൻ പറ്റുന്നെങ്കിൽ ഈ ലോകത്ത് എവിടെ പോയാലും സന്തോഷിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞത് ഉറങ്ങാനുള്ള സ്ഥലമല്ലാന്നോ? ഹലോ, ചിലർക്ക് ആ കൂടെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം ഇവിടെ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ചിലരൊക്കെ ഇരിപ്പ് കണ്ടപ്പം ചിലരൊക്കെ ഇങ്ങനെ തൂങ്ങുന്നതാണ്. ഇത്രയും ശബ്ദമുള്ളപ്പോഴും എങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അവർക്ക് വീട്ടിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇതുപോലുള്ള സ്ഥലത്തുണ്ടെങ്കിലേ അവർക്ക് ഉറങ്ങാൻ പറ്റൂ. കാരണം ഇതിൻ്റെ മധ്യത്തിലൊരു സുഖമുണ്ട് ഉറങ്ങാൻ, അല്ലേ? സ്തോത്രം. അപ്പോൾ ഉറങ്ങുന്നവരെ ഓർത്ത് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും നമ്മൾ വായിച്ചതുപോലെ നമുക്ക് ഓടിച്ചെല്ലുവാൻ, അണയുവാനൊരു സ്ഥലമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ്. സകലത്തിനും പരിഹാരം നൽകി തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഈ മാസത്തെ തീം എന്ന് പറയുന്നത് എന്താണ്? ഈ മാസത്തെ തീം നല്ല വിശ്വാസികളാ. സ്തോത്രം. ഈ മാസത്തെ തീം ആരാണ്ട് അവിടെ നിന്ന് പറഞ്ഞു? നമ്മുടെ ഈ മാസത്തെ ടീം കമ്മിറ്റ്മെൻറ്റ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു പോയി. ഇന്ന് ഞാൻ അതിലേക്ക് ഒത്തിരി പോകുന്നില്ല. കാരണം ഞാൻ ആക്ച്വലിയും ഈ ഒരു വിഷയം തന്നെ എടുക്കാൻ ഞാനിങ്ങനെ വെമ്പൽ കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഞായറാഴ്ച മുതൽ ഞാൻ ഈ ഒരു വിഷയം, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ വിഷയം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് മറ്റൊരു മെസ്സേജ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ആ മെസ്സേജ് തന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചോദിച്ചു, ദിസ് എ മെസ്സേജ് ഫോർ ദിസ് സൺഡേ. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോയി. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഞാനൊരു ഭാഗത്ത് മാറ്റി വെച്ചു. സ്തോത്രം. എന്നിട്ട് മറ്റൊരു തലത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നടത്തുവാനിടയായി. ആകയാൽ സ്തോത്രം. വളരെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഈ വിഷയം വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ ഈ മെസ്സേജ് ഇങ്ങനെ പോകണം. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഒരു നിയോഗം എനിക്ക് അതിന്മേൽ കിട്ടിയത് കൊണ്ട് ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കമ്മിറ്റ്മെൻറ്റ് ഇതിനകത്ത് കയറി വരും. അതെല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലേ? പ്രതിസന്ധികളുണ്ട്. ഒത്തിരി നാം എല്ലാവരും ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി പോയിട്ടുള്ളവരാണ്. നമുക്കറിയാം. സ്തോത്രം. ജീവിതത്തിൽ വിവിധ നിലകളിലുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര വിഷയങ്ങൾ, എത്രയെത്ര ഭാരങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവ വചനം പറയുന്നത് മനുഷ്യ ജീവിതം ചുരുക്കവും അത് കഷ്ടമേറിയതുമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? സ്തോത്രം. അപ്പോൾ ജീവിതത്തെ ഈ കഷ്ടതയെ, ഈ സഫറിങ്ങിനെ നമ്മളൊരു കൊടുങ്കാറ്റിനോട്, സ്റ്റോമിനോട് ഉപമിച്ചാൽ, സ്തോത്രം, ഈ സ്റ്റോം ജീവിതത്തിൽ അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൊടുങ്കാറ്റിൻ്റെ, പെരുങ്കാറ്റിൻ്റെ, കഷ്ടതയുടെ അനുഭവങ്ങളിൽ കൂടി പോയിട്ടുള്ളവരാണ്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ വിവിധമായ കഷ്ടതയിൽ കൂടെ, വിവിധമായ പ്രശ്നങ്ങളിൽ കൂടെ, വിവിധമായ പ്രയാസങ്ങളിൽ കൂടെ പോകുന്നവരായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നാളെ ഇതുപോലൊരു അവസ്ഥയെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സ്തോത്രം. ഇത് മനുഷ്യ സഹജമാണ്, എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, തിരുവചനം പഠിക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ കഷ്ടതയില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയല്ല വിളിച്ചത്. സഫറിങ്. ഇന്നലെ വൈകിട്ട് നമ്മൾ സാറ്റർഡേ ഈവനിങ്ങിൽ സഫറിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായതിനിടയായി. സ്തോത്രം. ഇറ്റ് വാസ് വെരി നൈസ്. വളരെ മനോഹരമായിരുന്നു. സ്തോത്രം. ആക്ച്വലി അത് നന്നായി
ഇന്നലെ വൈകിട്ടത്തെ ആ സെക്ഷൻ ചെയ്യാനിടയായി. നമുക്ക് നല്ലൊരു ഡിസ്കഷൻ കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ഒത്തിരി കഷ്ടതകളിൽ കൂടെ തന്നെയാണ് വിളിച്ചത്. അല്ലെങ്കിൽ കഷ്ടതയോട് കൂടെ തന്നെയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. കഷ്ടതയില്ലാത്ത, സഫറിങ് ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയല്ല കർത്താവ് വിളിച്ചത്. ഇന്ന് ഒത്തിരി സുവിശേഷകന്മാർ തിരിച്ചാണ് പറയുന്നത്. നീ ഇങ്ങോട്ട് വന്നാൽ നിൻ്റെ പ്രശ്നം മൊത്തം മാറും. ഹല്ലേലൂയ. നിന്റെ സകല രോഗം ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാം മാറുമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ് അങ്ങനല്ല. നീ ഇങ്ങോട്ട് വന്നാൽ പ്രശ്നത്തിലേക്ക് നീ എടുത്തു വെക്കാൻ പോവാ കാല്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കോളിംഗ് എന്ന് പറയുന്നത്, നമ്മെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് കഷ്ടതയില്ലാത്ത, പ്രശ്നമില്ലാത്ത, പ്രതികൂലമില്ലാത്ത, പ്രതിസന്ധി ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയല്ല. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്ന അതിലേക്കാണ്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട് എന്നാ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ കഷ്ടതയില്ലാത്ത, പ്രയാസമില്ലാത്ത ഒരു ജീവിതമുണ്ട് ഈ ഭൂമിയിലല്ല, നിത്യതയിൽ. അപ്പോൾ ഈ കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കഷ്ടതയില്ലാത്ത ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജീവിതമല്ല. ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ ഞാൻ പിൻഗമിക്കും, കർത്താവിനെ ഞാൻ അനുഗമിക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണ് യഥാർത്ഥ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്തോത്രം. ഒരുവൻ യേശുവിനെ അനുഗമിക്കാൻ യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ യേശു തിരിച്ചങ്ങോട്ട് പറഞ്ഞ, നീ പോരട മോനെ, നിനക്ക് നല്ല വീടും ഞാൻ തരാം, നല്ല ജോലിയും തരാം, നല്ല ഭക്ഷണവും തരാമെന്നല്ല പറഞ്ഞേ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, കുറുനരികൾക്ക് മാടമുണ്ട്, പക്ഷെ മനുഷ്യപുത്രൻ്റെ തലചായ്പാൻ ഈ ഭൂമിയിൽ ഒരു ഇടവുമില്ല. നിനക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്താൽ മതിയെന്നാ. ദിസ് ഇസ് എ പ്രോമിസ് കർത്താവ് നൽകുന്നത്. ഇതാ ഈ വാഗ്ദത്തമാ കർത്താവ് നമുക്ക് നൽകുന്നത്. അല്ലാതെ, സ്തോത്രം, ഒരിക്കലും ജീവിതത്തിൽ എല്ലാം നൽകിത്തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. സ്തോത്രം. നമ്മുടെ ജീവിതം അപ്രകാരമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും, സ്തോത്രം, കഷ്ടതയും തിരമാലകളും പ്രതികൂലങ്ങളും ഇല്ലാത്ത ഒരു ജീവിതമല്ല. അത് ഉണ്ടാകത്തില്ല എന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ we all face the storms in our life. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കാനിടയായി തീരും. ഇന്നത്തെ തീമായിട്ട് ഞാൻ എടുക്കുന്നത്, ഗോഡ് സെൻഡ് എ ഗ്രേറ്റ് വിൻഡ്. കർത്താവ് ഒരു കാറ്റ് അടുപ്പിച്ചു. സ്തോത്രം. വായിച്ചേ, യോഹന്നയുടെ പുസ്തകം 1:4 വാക്യം. മതി. സ്തോത്രം. അപ്പോൾ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തോട് ചേർന്ന് ജീവിച്ചാലും, ദൈവിക ആലോചന അനുസരിച്ച് ജീവിച്ചാലും, ദൈവിക പ്രമാണത്തിനനുസരിച്ച് ജീവിച്ചാലും കൊടുങ്കാറ്റ് ജീവിതത്തിൽ ഉണ്ടാകാം. സ്തോത്രം. ഇവിടെ യോനയുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, ഒരു കാറ്റടുപ്പിച്ചു. സ്തോത്രം. അപ്പോൾ നമ്മൾ യോനയുടെ പുസ്തകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു പുസ്തകമാണ് യോനയുടെ പുസ്തകം, അല്ലേ? സ്തോത്രം. നമുക്കറിയാം, ചെറിയ പ്രവാചകന്മാരിൽ ആരെ ഓർത്തില്ലേലും ആരെ ഓർക്കും? യോനെക്കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളുടെ ഇടയിൽ യോനെക്കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ മറ്റ് പ്രവാചകന്മാരെ ചോദിച്ചാൽ ഇവർ പറയും കേട്ടിട്ടില്ലെന്ന് പറയാൻ വേണ്ടി വന്നാ. കാരണം യോന അത്ര ഫേമസ് ആയിരുന്നു, അത്ര ഫെമിലിയറാണ്. യോനയുടെ ജീവിതത്തിലെ ഇൻസിഡൻറ്റ് അങ്ങനെ ആയിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ നിലയിലായിരുന്നു യോനയുടെ ജീവിതം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, അത്രമാത്രം ഈ യോനയുടെ അനുഭവത്തോട് ചേർന്ന് ആ പുസ്തകത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് 3 കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ദ റീസൺ ഫോർ ദ സ്റ്റോം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതയുടെ ഈ സ്റ്റോം എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇവാലുവേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയാകാം, കടഭാരമാകാം, വാട്ട് ആർ ദ തിങ്സ്, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റോം. അപ്പോൾ ചോദ്യം ഇതാണ്, ദ റീസൺ, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സ്റ്റോംസ് വരുന്നത്? ഒന്നാമത്തെ കാര്യം, ദ റീസൺസ് ഫോർ ദ സ്റ്റോം. രണ്ടാമത് ചിന്തിക്കുന്നത്, ദ റിയാക്ഷൻസ് ഡ്യൂറിങ് ദ സ്റ്റോംസ്. അതിനോടുള്ള ബന്ധത്തിൽ പ്രതികൂലം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, സഫറിങ് വരുമ്പോൾ അതിനുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ്? 3, ദ റിസൾട്ട് ഓഫ് ദ സ്റ്റോം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഈ 3 കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ജീവിതത്തിൽ കഷ്ടത വരത്തില്ലെന്ന് വചനം പറയുന്നില്ല.
കർത്താവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴും, കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴും, വചനത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴും എന്തുണ്ടാകാം? പ്രതിസന്ധി ഉണ്ടാകാം. തിരുവചനം പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 3-ാം അധ്യായം 35-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യാത്ര ചെയ്ത പടകിന് നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റും തിരമാലയും നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞിട്ടാണ് അവർ യാത്ര പുറപ്പെട്ടത്. കർത്താവ് ആ പടകിനകത്തുണ്ട്. അപ്പോഴും എന്ത് സംഭവിച്ചത്? കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അർത്ഥം ഇത്രയേ ഉള്ളൂ, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, നീ കർത്താവിനോട് ചേർന്ന് ജീവിച്ചാലും, നീ കർത്താവിനെ വിളിച്ചു ജീവിക്കുമ്പോഴും ഈ കഷ്ടതയും പ്രതിസന്ധിയും പ്രതികൂലവും ജീവിതത്തിൽ ആഞ്ഞടിക്കാം, അതുണ്ടാകാം. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദ റീസൺ, എന്തുകൊണ്ടാണ് ഒരുവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, സഫറിങ്സ് ഉണ്ടാകുന്നത്. സഫറിങ്ങിനെ കുറിച്ച് ഒത്തിരി ഡിസ്കഷൻ ചെയ്യാനുണ്ട്, അതിലേക്ക് ഞാൻ ചെറിയ ഒന്ന് ടച്ച് ചെയ്ത് പോകാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൈയൊന്ന് ഉയർത്തിയ കൊള്ളാം. കഷ്ടത ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലെന്നുള്ളവർ കരമൊന്ന് ഉയർത്തിയ. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഒരു കഷ്ടത അനുഭവിച്ചിട്ടില്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇനി കഷ്ടത ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളവരുടെ കാര്യം ഒന്ന് കൂട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയില്ലാത്തൊരു കുറേ പേരുണ്ട്. അതെപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പ്രസംഗിച്ചതുപോലെ ആരല്ല? ശീതവാനും അല്ല, ഉഷ്ണവാനും അല്ല. ഇതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ളവരും കുറേ ഉണ്ട്. അതെല്ലായിടും ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധമായ നിലകളിൽ പ്രതിസന്ധികൾ നാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, വേഗത്തിൽ ചിന്തിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, അല്ലെങ്കിൽ ഒരുവൻ്റെ ജീവിതത്തിൽ ഹൂ അവർ മേ ബി കടന്നു വരുന്നത്. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, ദ സ്റ്റോംസ് കംസ് ബിക്കോസ് ഓഫ് അവർ ഓൺ ഡിസൊബീഡിയൻസ് ഓർ അവർ ഓൺ സിൻ. ഇത് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വായിക്കാൻ പറ്റുന്ന പറയുന്നവർക്ക്? ഹലോ, വായിക്കാൻ പറ്റുന്ന പറയേ. ഓക്കെ, പ്രൈസ് ഗോഡ്. എനിക്ക് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണം. അല്ല ചുമ്മാതെ ഞാൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പം ഇങ്ങനെ ഇരുന്നാൽ പരി നടക്കത്തില്ല. സ്തോത്രം. ഞാൻ എന്തോ അർത്ഥമാക്കണം? യെസ് ഓർ നോ? അതുകൊണ്ട് പറയണം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദ സ്റ്റോംസ് കം ബിക്കോസ് ഓഫ് അവർ ഓൺ സിൻ ഓർ ആൻഡ് ഡിസൊബീഡിയൻസ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാ. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഒരു സഹോദരൻ കഷ്ടതയിൽ കൂടെ പോവുക. അപ്പോൾ പുള്ളിയോട് എന്ന് പറയുക, നിൻ്റെ പാവം കൊണ്ടാണ് നീ ഇതൊക്കെ അനുഭവിക്കുന്നത്. പരിപാടി കഴിഞ്ഞല്ലേ, പാസ്റ്ററാന്ന് പറഞ്ഞാലും രക്ഷയില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, യോനയുടെ പുസ്തകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുക. ഒന്നാമത്തെ കാര്യം, ഇവിടെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. യോനയുടെ പുസ്തകം മതി. യഹോവയുടെ സന്നിധിയിൽ നിന്നും എന്ത് ചെയ്തു? തർശീശിലേക്ക് ഓടിപ്പോകുക. ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകുക, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുക. അപ്പോൾ ദൈവത്തോടുള്ള അനുസരണക്കേട്, ദൈവത്തോടുള്ള അകൽച്ച ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകുന്നതിന് തുല്യമാണ്. ഇവിടെ യോന, നമുക്കറിയാം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു മാറുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു മാറുമ്പോൾ, ഓൾവേസ് ദർ ഈസ് എ കോൺസിക്വൻസ്. അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ യോന അത് മാത്രമല്ല, ഇനി താഴോട്ട് വായിക്കാൻ കാണുന്നുണ്ട്. അവിടെ നിന്ന് യോന ഓടിപ്പോയി ഒരു കപ്പലിൽ കയറി, അല്ലേ? കയറിയ മാത്രയിൽ എന്താ സംഭവിച്ചേ? പെട്ടെന്ന് ഒരു പെരുങ്കാറ്റടിക്കുക. സാഹചര്യം മാറി, കാലാവസ്ഥ മാറി, കൊടുങ്കാറ്റ് അടിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് ഒരു പെരുങ്കാറ്റടിച്ചത് ആരുടെ കുഴപ്പമായിരുന്നു? കപ്പലിൽ യാത്ര ചെയ്തവരുടെ പ്രശ്നമാണോ? പിന്നെ ആരുടെ കുഴപ്പമായി? എന്തോ അവിടെ ശ്രദ്ധിച്ചു കേൾക്കണം. കാലാവസ്ഥയെ ദൈവം ഉപയോഗിച്ചു. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. പക്ഷേ ഇതിന് മുഖാന്തരമായ ഒരുവൻ അതിനകത്ത് കയറിപ്പറ്റി. യോന അതിനകത്തോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നില്ല അത് സ്മൂത്തായിട്ട് അത് പോയേനെ. പക്ഷേ യോന അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ബിക്കോസ് ഓഫ് ഹിസ് ഡിസൊബീഡിയൻസ്, ബിക്കോസ് ഓഫ് ഹിസ് സിൻ, ദൈവം അത് ചെയ്യാൻ തുടങ്ങി.
അവൻ്റെ അനുസരണക്കേട് നിമിത്തം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയത് നിമിത്തം എന്താ സംഭവിച്ചത്? ദൈവഗതമല്ലാത്ത അനുസരണക്കേട് കാണിച്ച ഒരുവൻ നിമിത്തം ഉണ്ടായ കൊടുങ്കാറ്റ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ കൊടുങ്കാറ്റ് അനുഭവിക്കേണ്ടി വന്ന, ഇങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്ന പലരെയും നമുക്ക് ദൈവവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലുള്ള പലരെയും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞ് തന്നെയാണ്. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെ കൊടുങ്കാറ്റടിച്ച് അനുഭവിച്ച പലരെയും കാണാം. മറ്റൊരു വ്യക്തിയാണ് ദാവീദിനെ കുറിച്ച് പഠിച്ചാൽ, ദാവീദ് നമുക്കറിയാം ജീവിതത്തിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് താൻ സ്നേഹിച്ച തൻ്റെ മകൻ്റെ മരണമായിരുന്നു. എന്താ കാരണം നമുക്കറിയാം. അതിൻ്റെ കാരണം നമുക്കറിയാം. ദൈവഗതമല്ലാത്ത പ്രവൃത്തി, ദൈവഗതമല്ലാത്ത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ദൈവഗതമല്ലാത്ത വഴി അല്ലേ ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ വിട്ടാൽ ഒരു ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ദാവീദിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ദൈവഗതമല്ലാത്ത വഴിയിൽ. അപ്പോൾ ജീവിതത്തിന് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, കുടുംബത്തിന് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥ ലംഘിച്ചാൽ നിങ്ങൾ ചെല്ലുന്നിടം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു സഫറിംഗ് ആയി മാറാം, കഷ്ടതയായി മാറാം, പ്രതിസന്ധിയായി മാറാം. അത് ദൈവം അയച്ചതാ. ഗോഡ് സെൻഡ് എ വിൻഡ്, എ ഗ്രേറ്റ് വിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയ തിരുവചനം പഠിക്കുമ്പോൾ മറ്റു പലരെയും കാണാം. ഇതുപോലെ സ്വന്തം പ്രശ്നം കൊണ്ട് കൊടുങ്കാറ്റ് ഏറ്റുവാങ്ങിയ പുതിയ നിയമത്തിൽ രണ്ട് വ്യക്തികൾ, അനന്യാവും സഫീറയും. ദൈവഗതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടത. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, അവനവൻ്റെ പ്രവൃത്തി കൊണ്ട്, അവനവൻ്റെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ കഷ്ടത വരാം, സഫറിങ് വരാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ദെൻ വാട്ട് ഈസ് എ സൊല്യൂഷൻ? എന്താ ചെയ്യേണ്ടത്? നമ്മെ തന്നെ കാണണം. നമ്മൾ ദൈവത്തോട് അടുത്ത് വരണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സ്തോത്രം, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മൾ ദൈവത്തിന് അകന്നുകൊണ്ട്, നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ട്, നമ്മൾ ദൈവവചന വ്യവസ്ഥ വിടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കോൺസിക്വൻസ് കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം. When you are facing, sometimes you need to, when you are going away from God, you will face the consequence. ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു മാറിയാൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ദൈവം തന്നെ, അല്ലെങ്കിൽ അതൊരു കഷ്ടതയായി, പ്രയാസമായി, പരാജയമായൊക്കെ അത് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവനവൻ്റെ പാപനിമിത്തം. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരാൽ നാം അനുഭവിക്കേണ്ടി വരുന്ന കൊടുങ്കാറ്റ്. മറ്റുള്ളവരാൽ അനുഭവിക്കേണ്ട സ്റ്റോം കോസ്ഡ് ബൈ അതേഴ്സ് ഇൻ യുവർ ലൈഫ്. അതിൻ്റെ ബി, മറ്റു പാർട്ട്, ആ 4-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. മതി, സ്തോത്രം. ഇവിടെ കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം, ഇവിടെ ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഈ കപ്പൽ തകരാൻ മുഖാന്തരമായത് ആരാ? യോന അതിനകത്ത് വന്നതുകൊണ്ട് ഈ കപ്പലിലുള്ള സകല യാത്രക്കാരും കപ്പലിലുള്ള ജീവനക്കാരും ഒക്കെ പ്രതിസന്ധിയിലായി. നമുക്കറിയാം അത് മുഖാന്തരം അവർക്കുള്ള നഷ്ടം എത്ര വലുതാ. ആ കപ്പലിനകത്ത് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ അതിനകത്തുണ്ടെന്ന സകല ചരക്കുകളും എന്ത് ചെയ്തു? സമുദ്രത്തിൽ അവർ എറിഞ്ഞു കളഞ്ഞു. സകലതും എറിഞ്ഞു നഷ്ടപ്പെടുത്തി. ഇതൊക്കെ ആരുടെ പാപം കൊണ്ടായി? ആരുടെ കുഴപ്പം കൊണ്ടാ സംഭവിച്ചേ? അവരുടെ കുഴപ്പം കൊണ്ടല്ല, മറ്റൊരുവന്റെ കുഴപ്പം കൊണ്ട്. അതായത് യോന എന്ന് പറയുന്ന വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് ആരനുഭവിക്കേണ്ടി വന്നു? കപ്പലിലുള്ള സകലരും ഒരുപോലെ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കണമേ, ഇതുപോലെ ഉള്ള ഒരു സംഭവം പഴയ നിയമത്തിലുണ്ട്. ഒരുവൻ നിമിത്തം സകല ജനവും അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 6-ലാണോ 8-ലാണോ? സ്തോത്രം. ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് ഏത് പട്ടണമാ? ഹായിൻ പട്ടണം പിടിച്ചടക്കാൻ പോകുക. അവർ അമ്പെ പരാജയപ്പെട്ടു. ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. ഒറ്റ ഒരുവൻ നിമിത്തമാ. ആര് നിമിത്തം? ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ നിമിത്തം ഇസ്രായേൽ ജനം മുഴുവനും കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരുവൻ നിമിത്തം മറ്റുള്ളവർ അനുഭവിക്കുന്ന കഷ്ടത.
ഇത് മെയിൻലി സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അത് പറഞ്ഞാൽ ഹല്ലേലൂയ, ഒരുവനും നമ്മുടെ പാപം നിമിത്തം നമ്മുടെ പാപത്തിൻ്റെ അനന്തരഫലമായി മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടത. ഇത് കൂടുതലും വരുന്നത് കുടുംബത്തിനകത്തും ദൈവസഭയ്ക്കകത്തുമൊക്കെയാണ്. ഒരുവൻ നിമിത്തം മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടത, പ്രയാസം. അപ്പോൾ വലിയൊരു ചോദ്യമുണ്ട്, ഒരുവൻ്റെ പാപം മറ്റുള്ളവരെ കണക്കിടുമോ? ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂയാണ്. ഞാൻ പാപം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പിതാവ് പാപം ചെയ്താൽ അത് തലമുറകളിലേക്ക് പകരപ്പെടുമോ? ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ ചോദ്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരുവൻ്റെ പാപം നിമിത്തം ആ പാപത്തിൻ്റെ ശിക്ഷ മറ്റുള്ളവർ ഏൽക്കേണ്ടി വരത്തില്ല, പക്ഷെ പാപത്തിൻ്റെ കോൺസിക്വൻസ് മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരും. ഒരു കുടുംബത്തിൽ ഒരു പിതാവ് ദൈവത്തിന് അന്യപ്പെട്ട് മുക്കുടിയനായി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിച്ചാൽ ആ മനുഷ്യൻ ജീവിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് അദ്ദേഹമാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസ് ആ കുടുംബം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ സ്തോത്രം, ഒരുവൻ്റെ പാപം നിമിത്തം മറ്റുള്ളവർ കഷ്ടത ഏൽക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ കണ്ടുണരണം, നമ്മൾ തന്നെ സ്തോത്രം മറ്റുള്ളവർ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനൊരു കാര്യം ചില നാളുകൾക്ക് മുമ്പ് കേൾപ്പാനിടയായി. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ്, ടീനേജ് കുഞ്ഞ്. അവർ അപ്പനും അമ്മയൊക്കെ കർത്താവിനെ നന്നായി ആരാധിക്കുന്ന ഒരു കുടുംബം. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് പെട്ടെന്നൊരു ശാരീരിക പ്രയാസം വന്നു. ഈ പ്രയാസം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് പേരിന് വേണ്ടി സഭയ്ക്കകത്ത് പോയി ദൈവവുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ നെയിംസേക്കിന് വേണ്ടി കർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്ന ഈ ടീനേജ് പെൺകുട്ടിയുടെ കണ്ണ് തുറന്നു. അവൾ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ, ഞാൻ നിമിത്തമാണോ എൻ്റെ അമ്മ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? ഞാൻ നിമിത്തമാണോ എൻ്റെ അമ്മ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത്? ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി ദിവസം നിലവിളിക്കാൻ തുടങ്ങി. അവൾ കരഞ്ഞു, അവൾ മടങ്ങി വന്നു, അവൾ ദൈവത്തോട് അവളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവളുടെ അമ്മയ്ക്ക് മാരകമായി വരാമായിരുന്ന രോഗത്തെ നിസ്സാരമായി മാറ്റപ്പെടാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ there is a possible, ഒരു സാധ്യതയുണ്ട്. നമ്മൾ നിമിത്തം മറ്റുള്ളവർ കഷ്ടത അനുഭവിക്കാം. ഞാൻ നിമിത്തം, ഞാൻ അനുഭവിക്കുന്ന പാപം നിമിത്തം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിനകത്ത് അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകാം, സാധ്യതയുണ്ട്. പക്ഷേ അതുപോലെ യോനയുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചത്, അവൻ ചെയ്ത പാപം നിമിത്തം അതിനകത്തുള്ള സകലരും ഒരുപോലെ കോൺസിക്വൻസ് അനുഭവിക്കാൻ തുടങ്ങി. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യം, some storms are caused by devil. പിശാച് നിമിത്തം, സ്പിരിച്വൽ അറ്റാക്ക്. സ്തോത്രം. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന കൊടുങ്കാറ്റുണ്ട്. പിശാചിൻ്റെ ലക്ഷ്യം ദൈവമക്കളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കൊടുങ്കാറ്റിന് സമാനമായ പ്രശ്നങ്ങൾ കൊണ്ടിടും. നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾ പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചിലപ്പോൾ മേ ബി ജോലി സ്ഥലത്തു നിന്നാകാം, സ്തോത്രം, മറ്റു പലരിൽ നിന്നാകാം. The devil can use the people to make you trouble. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത പിശാച് കൊണ്ടുവരാം. ഹല്ലേലൂയ. When you are more obedient to God, when you are so close to God, when you are dedicated to God, the devil will not be silent. His target is you. അവൻ്റെ ലക്ഷ്യം നീയാ. സ്തോത്രം. ഒരു ശുശ്രൂഷയ്ക്ക് കാൽച്ചൂട് വെക്കുമ്പോൾ ഓർത്തോണം, you are getting to the battlefield. ആത്മാവിൽ ആരാധിക്കാൻ നീ തീരുമാനിക്കൽ ഓർത്തോണം, you are not going to the peace areas, you are getting to the battlefield. നീ ദൈവത്തെ ഒന്നുകൂടെ ഇന്ന് പകൽക്കാലം ഓർത്തോണം, നീ കർത്താവിനെ ആരാധിക്കാൻ നിന്റെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഒത്തിരി ടെസ്റ്റുകൾ കയറി വരുന്നത്, ഒത്തിരി പരിശോധന കയറി വരുന്നത്, ഒത്തിരി പ്രതിസന്ധി കയറി വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെവിൾ. He won't be silent. ഇന്ന് പകൽക്കാലം ഓർത്തോണം, പിശാച് നമ്മെ അറ്റാക്ക് ചെയ്യാം, പിശാച് നമ്മെ കഷ്ടതയിലേക്ക് കൊണ്ടുവരാം. നല്ല ഉദാഹരണമാണ് ഇയ്യോബിനെ കുറിച്ച് ചിന്തിച്ചാൽ. ദൈവം അനുവദിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ ആരായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യമായിരുന്നു ഇയ്യോബിൻ്റെ ഭക്തിയെ തടയുക. പിശാചിൻ്റെ ലക്ഷ്യമായിരുന്നു ഇയ്യോബ് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്മേലൊന്ന് കൈ കടത്താൻ വേണ്ടി.
അവനെ ഒന്ന് ടാർഗറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചേ, ആരാ ഇവിടെ ചെയ്തത്? പിശാച്. സ്തോത്രം. അപ്പോൾ ഈ അവൻ്റെ അനുഭവിച്ച സകല കഷ്ടതയുടെ പിന്നിൽ പിശാച് തന്നെയായിരുന്നു. ദൈവം അനുവദിച്ചു എങ്കിലും. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം നമ്മുടെ സുഖവുമല്ല. ഏത് വിധേനയും ജീവിതത്തിൽ കഷ്ടതകൾ കൊണ്ടിടുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഫറിങ്സ് ആര് നിമിത്തമുണ്ടാകാം? പിശാചിൻ്റെ അറ്റാക്ക് ഉണ്ടാകും. അപ്പം ദൈവത്തോട് അടുത്ത് നിന്നാൽ ഉണ്ടാകും. പിന്നെ നീ അവൻ്റെ പക്ഷമാണെങ്കിൽ ഹി ഡോണ്ട് മൈൻഡ് ഇറ്റ്, ഒരു വിഷയമൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം ആസാവ് പറഞ്ഞത്, അവരുടെ കണ്ണ് മുന്തി നിൽക്കുന്നു, അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് എന്താ കാരണം? എന്താ? അവൻ്റെ കൂടെയാ. അവൻ്റെ ലക്ഷ്യം ദൈവസേന മുന്നോട്ട് നിൽക്കുന്നവനെയാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവനെയാണ്. അപ്പോൾ പിശാചിൻ്റെ അറ്റാക്ക് നിമിത്തം കഷ്ടതകൾ ഉണ്ടാകാം. നമ്പർ 4, the storms comes because we live in a fallen world. പാപത്താൽ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എ നാച്ചുറൽ, സ്വാഭാവികമായി പാപം വേൾഡ്, ഈ ലോകം പാപത്തിൻ്റെ അധീനതയിലായതുകൊണ്ട് സ്വാഭാവികമായി കഷ്ടതകൾ ഉണ്ടാകാം, സ്വാഭാവികമായി പ്രതിസന്ധികൾ ഉണ്ടാകാം. നമ്മുടെ ഈ ലോകത്തിൻ പാപത്തിൽ കിടക്കുന്നുകൊണ്ട് സ്വാഭാവികമായി രോഗങ്ങൾ വരാം. ഇതെല്ലാം ബിക്കോസ് വി ആർ ലിവിങ് ദ ഫോളൻ വേൾഡ്. ആദ്യം പാപനിമിത്തം നശ്വരമായ പാപനിമിത്തമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേഗത്തിൽ മുന്നോട്ട് പോകുക. 5ാമത്തെ കാരണം, ഗോഡ് സെൻഡ് സ്റ്റോംസ് ടു ഡിസിപ്ലിൻ അസ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത എന്തുകൊണ്ട് വരും? ടു ഡിസിപ്ലിൻ അസ്, നമ്മെ ശിക്ഷിക്കുവാൻ. നമ്മെ എന്തിനാ കർത്താവ് ശിക്ഷിക്കുന്നത്? കർത്താവ് നമ്മെ എന്തിനാ ശിക്ഷിക്കുന്നത്? ഹലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാ ശിക്ഷിക്കുന്നത്? സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവർ നന്നാവാൻ വേണ്ടിയാ അല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ശിക്ഷണം എന്തിനു വേണ്ടിയാ? നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ എന്നേക്കും നിന്റെ പാപത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് കർത്താവ് ചില ബാലശിക്ഷകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇന്ന് പകൽക്കാലം ചില സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ ചെറിയ ശിക്ഷണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ ശിക്ഷണത്തിൻ്റെ മുന്നിൽ മറുതലിക്കാനല്ല, ആ ശിക്ഷണത്തിന് മുന്നിൽ തിരിച്ചറിയണം, ഇത് കർത്താവ് എന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന, ദൈവസന്നിധി വിശ്വസ്തയോട് ജീവിക്കുന്ന വ്യക്തി ജീവിതമേ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് ശക്തമായി കരമുയർത്തി പറയണം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നീ കഷ്ടതയിൽ പോകുമ്പോൾ കർത്താവിൻ്റെ സന്നിധി പറയണം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. പ്രതിസന്ധി വരുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. രോഗം വരുമ്പോൾ മുറിവെടുക്കരുത്, മറുതലിക്കരുത്, കർത്താവിനോട് പറയണം, കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നു. ചില ശിക്ഷണങ്ങൾ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മെ എന്ത് ചെയ്യാനാ? ശിക്ഷിക്കാനല്ല, നമ്മൾ തകർപ്പിക്കാൻ, നശിപ്പിക്കാനല്ല, നമ്മെ ഡിസിപ്ലിൻ ചെയ്യാനാ. അടുത്ത കാര്യം വീണ്ടും പറയുന്നു, ഗോഡ് സെൻഡ് സ്റ്റോംസ് ടു സ്ട്രെങ്തൻ അസ്. നമ്മെ എന്ത് ചെയ്യാനാ? ഉറപ്പിക്കാനാ. ചില ശിക്ഷണങ്ങൾ, ചില കഷ്ടതകൾ, ചില കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ വരുന്നത് നമ്മെ ഉറപ്പിക്കാനാ. യാക്കോബിന്റെ ലേഖനം വായിച്ചേ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷം അത് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് എന്ന് പറഞ്ഞാൽ, ഞാൻ not to strengthen you, not to destroy you. നിന്നെ നശിപ്പിക്കാനല്ല ചില കഷ്ടതകൾ, ചില കൊടുങ്കാറ്റുകൾ, ചില പ്രതിസന്ധികൾ. നിന്നെ നശിപ്പിക്കാനല്ല, പിന്നെ എന്തിനാ? നിന്നെ ഉറപ്പിക്കാൻ, നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ, നിന്റെ ബന്ധത്തെ ഉറപ്പിക്കാൻ. ഒരുപക്ഷെ കഷ്ടതയിൽ കൂടി കടന്നു പോയേണ്ടി വന്നേക്കാം. പക്ഷെ ആ സമയം തിരിച്ചറിയണം, ഇതെന്നെ നശിപ്പിക്കാനുള്ളതല്ല, ഇതെന്നെ ബലപ്പെടുത്താനുള്ളതാ. വിശ്വാസത്തിൽ, ജീവിതത്തിൽ കഷ്ടത നിമിത്തം വിശ്വാസം വർദ്ധിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ജീവിതത്തിൽ വന്ന പ്രതിസന്ധി നിമിത്തം വിശ്വാസത്തിൽ വളരാൻ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? വിശ്വാസത്തിൽ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധി നിമിത്തം അല്ല കർത്താവിനോട് ഒന്നുകൂടി അടുക്കാൻ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ജീവിതത്തിൽ കടന്നു വന്ന രോഗം നിമിത്തം ദൈവത്തിൽ നിന്ന് അന്യപ്പെടാതെ കർത്താവിനോട് ഒന്നുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞവർ ഇതിനകത്ത് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത നിന്നെ തകർക്കാനല്ല,
നിന്നെ ഉറപ്പിക്കാനാ, വിശ്വാസം നിന്നെ വളർത്താനാ. പാട്ടുകാരൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് പാടിക്കുന്ന ഒരു പാട്ടുകാരൻ അറിയാം. നിന്നെ തകർക്കുവാനോ യെസ് വിശ്വാസമുള്ളവർ ചേർന്നൊന്ന് പാടിക്കുക. ഒന്നും കൂടെ പാടുക. പാതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്. യെസ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ. ഒരു പ്രയാസം വന്നാൽ അതിൽ കർത്താവ് നിനക്ക് ബലം നൽകിയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? അടുത്ത പ്രതിസന്ധി വരുമ്പോൾ നിനക്കൊരു ധൈര്യം കിട്ടുക. ആമേൻ. എൻ്റെ പിതാവിൻ്റെ അനുഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ ആ മധ്യപ്രായത്തിൽ തന്നെ വിഷപ്പാമ്പ് കടിച്ചിട്ട് സ്തോത്രം മരണത്തോളം 3 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന് മരുന്നെടുക്കാതെ വീട്ടിനകത്ത് പ്രാർത്ഥനയിൽ കിടന്ന മനുഷ്യനാണ്. 3 ദിവസം അബോധാവസ്ഥയിൽ വീട്ടിനകത്ത് പ്രാർത്ഥന മാത്രം കൊണ്ട് നിർത്തിയ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് ആരും എഴുന്നേറ്റ് പോകാതെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക വീട്ടിനകത്ത്. 3-ാമത്തെ ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും, അതിന് മുന്നേ തന്നെ നാട്ടിലെ ആൾക്കാർ കൂടിയിട്ട് ആ വൈദ്യന്മാരെല്ലാം മരുന്നൊക്കെ കൊടുത്തെങ്കിലും ആ മരുന്നൊന്നും അദ്ദേഹം എടുക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ് വിധി എഴുതിയിട്ട് പോയി, നാളെ വൈകിട്ട് 4 മണിക്കകം അദ്ദേഹം ഈ ലോകത്ത് മാറ്റപ്പെടും. അത്രയുള്ള ആയുസ്, മനുഷ്യൻ കൊടുത്ത ആയുസ് അങ്ങനെയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചറിയുമോ? കൃത്യം 4 മണിയായപ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് വൊമിറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശരീരത്തുണ്ടായിരുന്ന വിഷമായിരുന്നു. സ്തോത്രം. അവിടെ നിന്ന് ആരോഗ്യത്തോടെ കഞ്ഞി കുടിച്ച് എഴുന്നേറ്റ് തൻ്റെ ഭവനത്തിൽ ആരോഗ്യത്തോടെ വിശ്രമിപ്പാനിടയായി. ഞാൻ പറഞ്ഞത്, അന്നത്തെ ആ അനുഭവം തൻ്റെ മുന്നോട്ടുള്ള ജീവിതകാലം മുഴുവനും, ടിൽ ലാസ്റ്റ് ബ്രെത്ത് വരെയും, അവസാന ശ്വാസം വരെയും ആ വിശ്വാസം താൻ പിടിച്ചു നിന്നു. പിന്നെ ജീവിതത്തിൽ മരുന്ന് തൊട്ടിട്ടില്ല താൻ. ഹാർട്ട് അറ്റാക്ക് സൗദി അറേബ്യയിൽ വെച്ച് ഇതുപോലൊരു ആരാധനയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് നിലത്ത് വീണിട്ട് അവിടെ ഉണ്ടായിരുന്ന നേഴ്സസ് CPR ഒക്കെ കൊടുത്തെങ്കിലും സ്തോത്രം ഹോസ്പിറ്റലിൽ പോയില്ല. വിശ്വാസം പിടിച്ചു നിന്നു. സ്തോത്രം. പിന്നെയും ജീവിച്ച ഒരു 10-20 വർഷം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആമേൻ, അകത്തൊരു വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന് വിശ്വാസം ഒന്ന് വർദ്ധിച്ചാലുണ്ടല്ലോ, അതിനെ പിന്മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എനിക്കറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അതെന്നെ തകർക്കാനല്ലായിരുന്നു, എൻ്റെ കർത്താവിനോട് ഒന്നുകൂടി അടുപ്പിക്കാനായിരുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധി എന്നെ തകർക്കാനല്ലായിരുന്നു, എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതികൂലം അല്ലെ നിന്നെ തകർക്കുമെന്ന് പിശാച് അല്ലെ ഒരു പക്ഷെ നിന്നെ വീഴ്ത്തിയ സന്ദർഭങ്ങളുണ്ട്, നിന്റെ നടു ഒടിച്ച സന്ദർഭങ്ങളുണ്ട്, അല്ലെ നിന്നെ എഴുന്നേൽപ്പിക്കാതെ വേണം അസ്ഥി തകർത്ത് കളഞ്ഞ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ എന്തിനാണെന്നറിയാമോ? അവിടെയൊക്കെ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചപ്പോഴും വിശ്വാസം നിന്നെ ധൈര്യപ്പെടുത്തി, വിശ്വാസം നിന്നെ ഉറപ്പിച്ച അനുഭവം ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന മറന്നു പോകരുത്. വിശ്വസിക്കാൻ കഴിയുന്നവർ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്നെ തകർക്കാനല്ല, നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തീകരിക്കാൻ. ഓ, ഈ കഷ്ടത നിന്നെ ഉറപ്പിക്കാനാ, നിന്നെ ബലപ്പെടുത്താനാ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധി കൂടെ പോകുന്നുണ്ടോ? ഒരു നിമിഷം നിങ്ങൾക്ക് ദൂതായി വിളിച്ചു പറയുക, ഒരു ആഹ്വാനം തരിക. ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ, ശരീരത്തിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ ജീവിതത്തോടുള്ള ബന്ധത്തിലെ ആകട്ടെ, കുടുംബത്തോടുള്ള ബന്ധത്തെ ആകട്ടെ, തലമുറയെക്കുറിച്ചുള്ള ആകട്ടെ, ഇന്ന് പകൽക്കാലം ഏതെങ്കിലും പ്രതിസന്ധി കൂടെ പോകുന്നുണ്ടോ? അല്ലെ മാതാവേ, പ്രിയ സഹോദര, ദൈവാത്മാവിനെ നിന്നെ വിളിച്ച് പറയുന്നു, ഇത് നിന്നെ കർത്താവിനോടൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയാ, അല്ലെ കർത്താവിൻ്റെ സന്നിധി ഒന്നുകൂടെ നീ ഇരിക്കാൻ വേണ്ടിയാ, കർത്താവിൻ്റെ സന്നിധി നീ ഒന്ന് കരയാൻ വേണ്ടിയാ. നീ കരഞ്ഞിട്ട് എത്ര നാളായി, അല്ലെ കണ്ണുനീരൊഴുക്കിട്ട് എത്ര നാളായി? ചില കഷ്ടതകൾ നിന്നെ കർത്താവിനോട് അടുപ്പിക്കാനെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട് ഇതിനകത്ത്?
നിന്നെ തകർക്കാനല്ല, നിന്നെ ബിൽഡപ്പ് ചെയ്യാൻ, നിന്നെ പണിതെടുക്കാൻ, നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ, നിന്റെ വിശ്വാസം നിന്നെ വർദ്ധിപ്പിക്കാൻ. ഓ ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു നിന്നെ തകർക്കാനല്ല, ടു സ്ട്രെങ്തൻ യു. സം സ്റ്റോംസ്, നമ്മുടെ ജീവിതത്തിൽ ചില സ്റ്റോംസ് വരും. എന്തിനാ? നമ്മെ സ്ട്രെങ്തൻ ചെയ്യാൻ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അടുത്തത്, God sent the storms in order to provide for you. നിനക്ക് വേണ്ടി കരുതാൻ ചില സ്റ്റോംസ് കർത്താവിനായിരിക്കും. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായതാ. എന്നിട്ട് വരിക സംഖ്യാപുസ്തകം സ്തോത്രം 11:32 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഒരു കാറ്റടിപ്പിച്ചു. അല്ലേ? വായിച്ചേ. അനന്തരം യഹോവ അയച്ചൊരു കാറ്റൂതി. ഒരു കാറ്റൂതി. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചതാണ്. അവർ മരുഭൂമിയിൽ ഇങ്ങനെ സ്തോത്രം ഏതാണ്ട് 6 ലക്ഷം പുരുഷന്മാർ, മൊത്തത്തിൽ 30 ലക്ഷം പേര് ഹല്ലേലൂയ മരുഭൂമിയിൽ ഇങ്ങനെ കഴിയുക. അവരിറച്ചി ചോദിച്ചു, എവിടുന്ന് ഇറച്ചി കിട്ടും? സ്തോത്രം. നമുക്കറിയാം ഇത്രയും ജനത്തിന് കന്നുകാലി അർത്ഥ തികയത്തില്ല. 1-2 പേരല്ല, എത്ര പേരാ? 30 ലക്ഷം വരുന്ന ജനമാ. ഇത്രയും ജനത്തിന് കന്നുകാലി അർത്ഥ തികയത്തില്ല. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമായ യഹോവ ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. ടു പ്രൊവൈഡ്, അവർക്ക് വേണ്ടി കരുതാൻ കർത്താവ് ഒരു കാറ്റ് അടുപ്പിച്ചു. ഹല്ലേലൂയ. ആ കാടയെ കൊണ്ടുവന്നിട്ട്, കാട എങ്ങനെ നിൽക്കുന്നേ? പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. മതി. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ കാട എങ്ങനെ നിൽക്കുക? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഇതെങ്ങും പോകുന്നില്ല, ഓടിച്ചിട്ട് പിടിച്ചെന്നല്ല പറഞ്ഞേക്കുന്നേ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പം കോഴിയെ ഓടിക്കുന്നു അല്ലേ? അല്ലേ? ഓടിച്ചിട്ടില്ലേ? അന്ന് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വീട്ടിൽ വിരുന്നുകാർ വരുന്നത്. വേറെ മാർഗ്ഗമൊന്നുമില്ല, പൂവൻ കോഴിയെ തല്ലിക്കൊല്ലും അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. പിന്നെ അതിൻ്റെ പുറകെ ഓടുന്ന ഓട്ടം. അതുപോലൊന്നും ഇവരാരും ഓടിയില്ല. അവർ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക. ആമേൻ. ഇനി ഇവരിത് എങ്ങനെയാ കഴിച്ചേ? എങ്ങനെയാ ഇത് കഴിച്ചേ? പിടിച്ച് പച്ചക്ക് തന്നോ? ഹലോ, വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ ഇന്നാ ഈ ഇടിയിറച്ചി എന്ന് പറയുന്ന സാധനം ഉണ്ടായി അല്ലേ? ഇടിയിറച്ചി അല്ലേ? ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത് അവർ അന്നേ കണ്ടുപിടിച്ചതാ. ഇവർ പിടിച്ചിട്ട് ഇത് എന്താ ഇതെന്നറിയാമോ? വല്ല വായിച്ചിട്ടുണ്ടോ അവിടെ എങ്കിലും? ഇവർ പിടിച്ചിട്ട് ഇത് പാളയത്തിൽ ചിക്കിയെന്ന്, ഉണക്കിയെന്ന്. 11-ാം അധ്യായം 32 സംഖ്യാപുസ്തകം 11:32 വായിച്ചു. അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിന് ചുറ്റിലും ചിക്കി. അവയെ പാളയത്തിന് ചുറ്റിലും എന്ത് ചെയ്ത്? ചിക്കി. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ഇത് ഇവര് തിന്നത് പച്ചിറച്ചിയല്ല, അവരൊന്നാന്തരം ഇടിയിറച്ചിയായിരുന്നേ. ഉണക്കി നന്നായി കഴിച്ചു. സ്തോത്രം. അപ്പോ ദൈവം എന്ത് ചെയ്തു? കാറ്റടിപ്പിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത, അവർക്ക് ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് അവർക്ക് വേണ്ടി കരുതാനൊരു കാറ്റ്. ഇന്ന് പകൽക്കാലം ഓർത്ത് നോക്കിയേ, നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് ചില കാറ്റടിച്ചതല്ലേ നീ ഇന്നിവിടെ ഇരിക്കുന്നത്? പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവത്തിൻ്റെ കരുതലല്ലേ ഇവിടെ അനുഭവിക്കുന്നത്? എത്രയോ സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ആമേൻ ഇത് അനുഭവിച്ച എത്ര പേരുണ്ട്? ചിന്തിക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത നേരത്ത്, ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും നന്മ അനുഭവിച്ച് ആരും കൊണ്ടോ ഇതിനകത്ത്? യെസ്, ആമേൻ, ഹല്ലേലൂയ. അനുഭവിച്ച് എത്ര പേരുണ്ട് ഇതിനകത്ത്? ദാറ്റ്സ് ദ ഗോഡ്സ് പ്രൊവിഷൻ. അതാ ദൈവത്തിന്റെ കരുതൽ. നീ ചിന്തിക്കുന്നിടത്ത് നിന്ന് വരുന്നതല്ല, പ്രതീക്ഷിക്കുന്ന വരുന്നതല്ല, നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചിന്തിക്കാത്ത വ്യക്തികളിൽ കൂടെ നിന്നെ കരുതുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ കാറ്റെന്ന് പറയുന്നത്. ഗോഡ് പ്രൊവൈഡ്. ആ നന്മ അനുഭവിച്ച് ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ആമേൻ. ആ കരുതൽ അനുഭവിച്ച ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇത്രയും റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് കാറ്റ്, സഫറിങ്സ്, സ്റ്റോംസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞ ഇനി ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാ ഞാൻ ഇത്രയും പറഞ്ഞ? ഏതൊക്കെയാ? അതൊന്ന് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല, ഒരു മിനിറ്റത്തേക്ക്. എല്ലാവരും തല താഴോട്ട് ഇരുന്നിക്കുക.
നിങ്ങളുടെ സമയം കളയാൻ നിങ്ങളെ ടെൻഷനും പിടിപ്പിക്കുന്നില്ല. ഞാൻ മുന്നോട്ട് പോകാം. ഓക്കെ, സ്തോത്രം. ഇനി ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ് നമ്മൾ ചിന്തിച്ചത്. ഇനി അടുത്തത് ദ റിയാക്ഷൻ ടുവേഴ്സ് സ്റ്റോം. ജീവിതത്തിൽ അങ്ങനെ വന്നാൽ വാട്ട് ഷുഡ് ബി അവർ റിയാക്ഷൻ? ഹൗ യു റിയാക്ട് ഇറ്റ്? കഷ്ടത ജീവിതത്തിലുണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. ഈ കുഞ്ഞിനടുത്ത് പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചാൽ ഹൗ യു റിയാക്ട്? ഇന്ന് ചിന്തിച്ച് നിങ്ങൾ ആസ് എ സ്മൂത്ത് ലൈഫ്, ഓൾ ഓഫ് സഡൻ when you are facing a storm in your life, so how you react it? What you will do first? സ്തോത്രം. ഒന്നാമത് ചെയ്യേണ്ട കാര്യം, the reason out the cause of storm. എന്ത് ചെയ്യണം? അതിൻ്റെ റീസൺ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാ ഇത് സംഭവിച്ചേക്കുന്നേ? Why I am going through this suffering? Why I am facing this? Why I am going through this struggle? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത് അനുഭവിക്കേണ്ടി വന്നേ? We need to reason it out. ഇവിടെ യോനയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചാൽ അവർ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അല്ലേ? വായിച്ചേ. അനന്തരം അവർ വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടതിന്. മതി. ആരുടെ നിമിത്തമാണ് ഇത് വന്നിരിക്കുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഇത് ആദ്യമേ നമ്മൾ പറഞ്ഞു, നമ്മുടേതായ പ്രശ്നം നിമിത്തം കടന്നു വരാം. ഈ പ്രശ്നം ആരാ കണ്ടുപിടിക്കണമെന്നേ? നമ്മൾ കണ്ടുപിടിക്കണം. സ്വയപരിശോധന നടത്തണം ദൈവസന്നിധിയിൽ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രമീകരിക്കാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ ക്രമീകരണം പ്രാപിക്കേണ്ട മണ്ഡലമുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ച അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടോ? ആർക്കെങ്കിലും എൻ്റെ ജീവിതം ഒരു ഭാരമായി തീർന്നിട്ടുണ്ടോ? ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ? എൻ്റെ ആത്മീയ ജീവിതം എത്രമാത്രമുണ്ട്? വി നീഡ് ടു ക്വസ്റ്റ്യൻ ഇൻ ദീസ് ഓൾ തിങ്സ്. സ്വയപരിശോധന നടത്തണം, സ്വയമായി പരിശോധിക്കണം. That should be your first step when you face the problems. That should be your first step when you are facing the suffering. ഇതായിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ്. അന്നേരം മറ്റേത് പ്രാർത്ഥിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. That's the second thing. Before you pray, first of all, examine yourselves. When you are facing the problem, when you are facing the sufferings, the first step is examine yourselves. തന്നെ ഒന്ന് കാണണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സ്വന്തമായി ഒന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ ഇവർ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. യോശുവയും അത് തന്നെ ചെയ്തത്. ആരുടെ നിമിത്തം ഇതൊന്ന് കണ്ടുപിടിക്കാൻ സ്തോത്രം കഴിഞ്ഞാൽ, ഇതൊന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടുപിടിച്ചാൽ മനുഷ്യനോട് ഏറ്റുപറയേണ്ടത് മനുഷ്യനോട് ഏറ്റുപറയും. ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടത് ദൈവത്തോട് ക്ഷമ ചോദിക്കും. നമ്മുടെ നിമിത്തം ആർക്കെങ്കിലും ഭാരം ഉണ്ടായെങ്കിൽ അവിടെയും കടന്നു വരും. എവിടെയെങ്കിലും ദൈവത്തിന് അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ തിരിച്ചറിയും. ഒന്നാമത്തെ കാരണം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്, the storms helps us to share about the living God. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ that's an opportunity to share about the love of God. ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടത ഒരു അവസരമാണ്. സ്തോത്രം. ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അല്ലേ? അവിടെ വായിച്ചത് ആ ഭാഗം വായിച്ചേ, ആ വാക്യം വായിച്ചേ. അതിനവൻ അവരോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു മതി. ഇവിടെ യോനയുടെ കുഴപ്പം കൊണ്ടൊക്കെയാ. പക്ഷേ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധിയെ ഹി യൂസ് ഇറ്റ്. അത് അവൻ എങ്ങനെ ചോദിച്ചേ? അവൻ ആ ജനത്തിന്റെ ജാതീയ ദൈവത്തെ വിളിക്കുന്ന, ജാതീയ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ അവൻ വിളിച്ചു പറയാ, എന്നെ സൃഷ്ടിച്ച കരയും കടലും ഉണ്ടാക്കിയ ഒരു ദൈവത്തെ ഞാൻ ഭജിച്ചു വരുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിനുള്ള മുഖാന്തരമാക്കി മാറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന്. സ്വർഗവും ഭൂമിയും അല്ലെ ആകാശവും ഭൂമിയും കരയും ഭൂമിയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് ഈ ജനത്തിന് മനസ്സിലായി. It's only because of the suffering
came upon them. The storms came upon their life. അവരുടെ ജീവിതത്തിൽ ആ സ്റ്റോം വന്നതുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വന്നതുകൊണ്ട് അവർ ഈ യോന ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്താനിടയായി. സ്തോത്രം. തിരുവചനം വായിക്കുമ്പോൾ പല കാര്യങ്ങളും അതിനുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, ഞാൻ വായിപ്പിക്കുന്നില്ല. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ ദാനിയേൽ അഭിമുഖീകരിച്ച വലിയൊരു സ്റ്റോം ആയിരുന്നു സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടത്. പക്ഷേ അവസാനം ദാരിയോസ് രാജാവ് ഒരു കൽപ്പന പ്രകടിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഇനി മുതൽ ഈ രാജ്യത്ത് ദാനിയേലിന്റെ ദൈവത്തോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. സോ ഗോഡ് യൂസ് ഇറ്റ്. ദൈവം അതിനെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിന്, മറ്റുള്ളവർ അറിയുന്നതിന് ഒരു മുഖാന്തരമാക്കി മാറ്റി. അപ്പോൾ രണ്ടാമത്തെ റീസൺ, ദ സ്റ്റോംസ് ഹെൽപ്പ് us ടു ഷെയർ അബൌട്ട് ദ ലിവിങ് ഗോഡ്. മൂന്ന്, പെട്ടെന്ന് പോകുക, ഞാൻ വേഗത്തിൽ പോകുക. മൂന്നാമത്തെ കാരണം, ദേ ക്രൈഡ് അൺടു ഗോഡ്. ദൈവത്തോട് എന്ത് ചെയ്തു? നിലവിളിച്ചു ഡ്യൂറിങ് ദ സ്റ്റോം. അതിന്റെ 4-ാം വാക്യം, 14-ാം വാക്യം. അവർ യഹോവയോട്. ഇപ്പോൾ യഹോവയോട്, സ്തോത്രം, അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജനം ഇപ്പോൾ ദൈവത്തോട് പറയുക, അയ്യോ യഹോവേ. ഇവർ നേരത്തെ ആരെയാ വിളിച്ചേ? അവരുടെ ദേവനെയാ വിളിച്ചേ ആദ്യമേ. ഇപ്പൊ ഇവർ ആരെയാ വിളിക്കുന്നേ? ദൈവത്തെ. സ്തോത്രം. ഇപ്പൊ അവർ ദൈവത്തോട് ക്രൈ ചെയ്യുക, ദൈവത്തോട് പറയാ, അയ്യോ യഹോവേ, അല്ലേ? സ്തോത്രം. ആമേൻ. ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുക. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ ദൈവത്തോട് നിലവിളിക്കാൻ കഴിഞ്ഞാൽ നിലവിളി കേൾക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ യഹോവേ, ഞങ്ങൾ നശിച്ചു പോകരുത് എന്ന് ദൈവത്തോട് നിലവിളിക്കുക ഈ ജനം. ആമേൻ. നമുക്കറിയാം, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത് തന്നെയല്ലേ ചെയ്തത്. അവർ പടകിൽ രാപ്പകലില്ലാതെ, സ്തോത്രം, അവിടെ കാണാൻ കഴിയുന്നുണ്ട്, തിരമാല ആഞ്ഞടിച്ചു, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, പടക് മുങ്ങുമെന്ന് തോന്നിയപ്പോൾ അവർ ആദ്യം ചെയ്ത എന്താ? സ്തോത്രം. അതിന്റെ മർക്കോസിന്റെ 4-ാം അധ്യായം 37-38 വാക്യം. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണേ. സ്തോത്രം. അവർ ദൈവത്തോട് നിലവിളിക്കുക. ഇവർ പോയി കിടന്ന് ഇവിടെ ഇവർ നിലവിളിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. സ്റ്റോംസ് വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ റിയാക്ഷനാ ദൈവത്തോട് നിലവിളിക്കുക എന്നുള്ളത്. ഇവിടെ യോന എന്താ ചെയ്തേ? വാസ്തവത്തിൽ യോന നേരെ പോയി എന്ത് ചെയ്തു? പോയി കിടന്ന് ഉറങ്ങിയ. ഓക്കെ. ദൈവസന്നിധിയിൽ കഷ്ടത വരുമ്പോൾ 2 റിയാക്ഷൻസ് ഇവിടെ കാണാം. സ്റ്റോം വന്നപ്പോൾ 2 റിയാക്ഷൻസ്. ഒന്ന്, നന്നായി കിടന്ന് ഉറങ്ങി. മറുസൈഡിൽ ഇന്നലെ വരെ ദൈവമേ എന്ന് വിളിച്ച് ദൈവസന്നിധിയിൽ നിന്നവൻ സ്റ്റോം വന്നപ്പോൾ സുഖമായി കിടന്ന് ഉറങ്ങുമ്പോൾ ഇന്ന് ദൈവത്തെ അറിഞ്ഞവർ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് ദൈവത്തെ അറിഞ്ഞവർ അവിടെ വന്നിട്ട് നിലവിളിക്കുക, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ നശിക്കരുതേ. ഇതാ പഴയ വിശ്വാസിയും പുതിയ വിശ്വാസിയും വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ഈസിയായി, യോനയ്ക്ക് ഇത് സുഖമായി, നോർമലായി മാറി. നോയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇനി പ്രാർത്ഥിച്ചിരുന്ന കാര്യമില്ല, ഉറങ്ങിയേക്കാം. അതുകൊണ്ടാണ് പലരും വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. സ്തോത്രം. എന്നാൽ പുതുവിശ്വാസിയുണ്ട്. പുതുവിശ്വാസി അവന് തീഷ്ണതയാ, അവന് പ്രതിസന്ധി വിളിക്കാൻ തുടങ്ങുക, കർത്താവേ എന്നെ രക്ഷിക്കണേ. ഹല്ലേലൂയ. ഇവിടെ ഈ ജനം നിലവിളിക്കുമ്പോൾ യോനാണ് തുടങ്ങുക. എന്നിട്ട് അവസാനം അവർ ഇതിന്റെ കാരണം കണ്ടെത്താൻ ചീട്ടൊക്കെ ഇട്ടിട്ട് അവസാനം തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഒരുത്തൻ എവിടെ കിടക്കുക? ആമേൻ. കപ്പലിന്റെ അടിത്തട്ടി കിടന്ന് ഉറങ്ങുക. സ്തോത്രം. നിലവിളിക്കേണ്ട സമയത്ത് ഉറങ്ങരുത്. നിലവിളിക്കേണ്ട സമയത്ത് നിലവിളിച്ചാൽ ഏത് പ്രതിസന്ധിക്കും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നിലവിളിക്കേണ്ട സമയത്ത് നിലവിളിച്ചാൽ മതി. ആമേൻ. ശ്രദ്ധിക്കണേ, ഇവിടെ നിലവിളിക്കുക. അപ്പോൾ ക്രൈ അൺടു ഗോഡ്, ദൈവത്തോട് നിലവിളിക്കുക. സങ്കീർത്തനം 107 സങ്കീർത്തനം 26-27 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിളിക്കുക, അവനോട് നിലവിളിക്കുക, അവൻ നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ, ദിസ് അനദർ സൊല്യൂഷൻ വിച്ച് യു ക്യാൻ ഡു, ക്രൈ അൺടു ഗോഡ്. ദൈവത്തോട് കര, ദൈവത്തോട് നിലവിളിക്ക്. കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നിന്റെ സ്റ്റോമിനെ ശാന്തമാക്കും. അവിടെ കർത്താവ് കാണുന്നു, ശിഷ്യന്മാർ എഴുന്നേറ്റ് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റിട്ട് എന്താ ചെയ്തേ? ശാന്തമാക്കി. ശ്രദ്ധിച്ച് വേഗത്തിൽ മുന്നോട്ട് പോവുക. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ദ റിസൾട്ട്. എന്താ റിസൾട്ട്? സ്തോത്രം. ദ സ്റ്റോംസ് ഹെൽപ് ദം, അതേഴ്സ് ടേൺ ടു ഗോഡ്. അതാണ് നമ്മൾ ചിന്തിച്ചത്.
മറ്റുള്ളവർ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. യഹോവയുടെ ശക്തി എന്തെന്ന് അവർ അറിഞ്ഞു. ശ്രദ്ധിച്ചേ, അവിടെ ഒരു സ്റ്റോം ഉണ്ടായതുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്തായി? ഇപ്പൊ ഇതൊന്നും സംഭവിക്കാതിരുന്നെങ്കിൽ ഈ ജനം ദൈവത്തെ വിളിക്കുമായിരുന്നോ? ശ്രദ്ധിച്ചു നോക്കേ, ഈ കപ്പലിൽ ഒരു സ്റ്റോം വരാതിരുന്നെങ്കിൽ ഈ ജനം ദൈവത്തെ അന്വേഷിക്കത്തില്ല. അപ്പോൾ ആ സ്റ്റോം ഹെൽപ്പ് അതേഴ്സ് ടേൺ ഇൻ ടു ഗോഡ്. ഇപ്പോൾ ജനം ദൈവത്തോട് നിലവിളിക്കുക. നമ്മൾ നേരത്തെ ചിന്തിച്ചു ദാനിയേലിന്റെ കാര്യം. ദാനിയേൽ കഷ്ടതയിലായി. അവന്റെ ജീവിതത്തിൽ അത് വന്നത് കൊണ്ട്, ഹലോ ശ്രദ്ധിക്കണേ, 6-ാം അധ്യായം 25, 27 ഉള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ. അവന്റെ ജീവിതത്തിൽ നമുക്ക് ഈ ദാനിയേലിനെ സംബന്ധിച്ചോളം പ്രാരംഭത്തിൽ ഇതൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്, പ്രയാസം ഏറ്റെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ദാനിയേൽ അതിനെ അഭിമുഖീകരിച്ചു. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റി ദൈവം? ആ രാജ്യം മുഴുവനും അവിടെ അങ്ങനെ കർത്താവ് ദാരിവേശ് ഒരു കൽപ്പന കൊടുത്തു. എവിടെ? 6:25, 26 അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. മതി. സ്തോത്രം. ശ്രദ്ധിച്ചേ, സിറ്റുവേഷൻ മാറിയത് കണ്ടോ? ദൈവത്തെ അറിയാൻ. ലാസറിനെ കുറിച്ച് നമുക്കറിയാം. ലാസറിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റുണ്ട്, അറിയാമല്ലോ, ലാസറിന്റെ ഭവനം. പക്ഷേ അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: അത് നിമിത്തം പലരും യഹോവയിൽ വിശ്വസിച്ചു. 11:45 വാക്യം, യോഹന്നാന്റെ സുവിശേഷം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. കണ്ടോ? ദ സ്റ്റോംസ് ടേൺ. ദൈവം അവൻ്റെ അനുഭവിച്ച സ്റ്റോംസ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി അനുഭവിച്ചാൽ അത് മറ്റൊരു ക്രിസ്തുവിനെ അറിയുന്നതിന് മുഖാന്തരമാക്കി മാറും. നിരാശപ്പെടരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അതിനെ എടുക്കേണ്ട രീതിയിൽ എടുത്താൽ കർത്താവ് അതിനെ ജയമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുന്നു. അവസാനമായി റിസൾട്ട് ഒന്നുകൂടെ പറയാം. ദെർ വാസ് എ ഗ്രേറ്റ് കാം. അതിൻ്റെ 39-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നമ്മുടെ മർക്കോസിൻ്റെ ഒരു എഴുത്തിൽ വലിയ ഒരു ശാന്തതയുണ്ടായി. When there is a storm, there is a great calm. When there is a great storm, there is a great calm. ജീവിതത്തിൽ എത്രത്തോളം ആ കൊടുങ്കാറ്റ് വലുതാണോ അതിനനുസരിച്ച് ഒരു ശാന്തതയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ശ്രദ്ധിച്ച ആ വാക്യം എങ്ങനെ പറയുന്നത്? ഒരു വലിയ ശാന്തത, കൊടുങ്കാറ്റ്, ഗ്രേറ്റ് സ്റ്റോം, ഗ്രേറ്റ് കോം ഉണ്ടായി. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ എഴുന്നേറ്റു. കാറ്റിനെ ശാസിച്ചു. കാറ്റിനോട് പറയാം, അടങ്ങിയിരിക്ക, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? അനങ്ങാതിരിക്കാൻ എന്ന് പറഞ്ഞാ ഞാന് മോളോട്, മക്കളെ ഡി മിണ്ടായിരിക്കും അവിടെ, നിന്നോട് പറഞ്ഞല്ല, വിഷമിക്കണ്ട എന്ന് പറയുന്നത് പോലെ ഈ കാറ്റിനോട് കർത്താവ് പറയാം, മിണ്ടരുത്, അടങ്ങിയിരിക്ക. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ അടങ്ങാത്ത ഒന്നുമില്ല. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ മാറാത്ത രോഗമില്ല. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ മാറാത്ത പ്രതിസന്ധിയില്ല. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ അല്ല സംഭവിക്കാത്ത ഒന്നുമില്ല. അധികാരമുള്ളവനാ കൽപ്പിക്കുന്നത്. There's a great calm. വളരെ പ്രകൃതിയിന്മേൽ, രോഗത്തിന്മേൽ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ ശാന്തമാകുക, പുറപ്പെടുക, ഉരുവാകുക, സൗഖ്യമാകുക എന്ന് കൽപ്പിച്ചാൽ that will happen. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ഈ അധികാരമുള്ള ഇതിനകത്തുണ്ട്? ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലതിനെ ശാന്തമാക്കാൻ പോകുക കർത്താവ്. അല്ലേ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ജീവിതത്തിൽ ഏതെങ്കിലും കൊടുങ്കാറ്റിൻ്റെ അനുഭവം, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. ഐ ആം ഗോയിങ് ടു പ്രേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ മണ്ഡലം, ഏതെങ്കിലും പ്രതിസന്ധിയുടെ അനുഭവത്തിൽ കൂടെ പോകുന്നെങ്കിൽ, ഏതെങ്കിലും കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, 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 അല്ലേ, ഏതെങ്കിലും ജീവിതത്തിൽ അനുഭവത്തിൽ പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാനല്ല, നിന്നെ പണിതെടുക്കാൻ, നിന്നെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കാൻ, നിന്റെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ ഇതിനകത്ത് ഇരിക്കുന്ന പ്രിയ ദൈവമക്കളോട് ദൈവാത്മാവിനെ വിളിച്ചു പറയാ. അല്ല, നിന്റെ പ്രശ്നത്തെ കണ്ടിട്ട് അല്ല നോക്കി നിൽക്കുന്ന ദൈവത്തെ അല്ല, ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തൊരു ശാന്തത വരുത്താൻ അധികാരമുള്ളവൻ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും പ്രതിസന്ധി കൂടെ പോയോ, അല്ല ശാന്തത വരുത്താൻ കഴിയുന്ന ഒരു ദൈവം, അടങ്ങിയിരിക്കാൻ പറയുന്ന
ദൈവം, രോഗത്തെ സൗഖ്യമാക്കാൻ പറയുന്ന ദൈവം, അല്ല ചിലത് ഉരുവാക്കുവാൻ കൽപ്പിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ, അല്ല നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ, നിന്നെ ഒന്ന് ധൈര്യപ്പെടുത്താൻ, നിന്നെ ഒന്ന് നിലനിർത്താൻ, നിന്റെ കഷ്ടത മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നതിന് മുഖാന്തരമാകട്ടെ, നിന്റെ രോഗം മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുഖാന്തരമാകട്ടെ, നിന്റെ പ്രതിസന്ധി ദൈവത്തെ അറിയുന്നതിന് മുഖാന്തരമാകട്ടെ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കും? ഇതിനകത്ത് ഏതെങ്കിലും ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ പോകുന്നുണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും സ്റ്റോംസിന്റെ അനുഭവത്തിൽ കൂടെ പോകുന്നുണ്ടോ? Whether it's the physical or the materials or spiritual aspects of your life, doesn't matter which are the area which you are going through. But I believe that is God has a purpose behind it. ഇതിനകത്ത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് വിശ്വസിക്കുക. നിന്റെ തലമുറ ഒരു പക്ഷേ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ തലമുറകളുടെ മടങ്ങുവരവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന രോഗത്തിന്റെ പ്രതിസന്ധിയിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, അല്ല കർത്താവ് സ്നേഹിക്കുന്നു, അതിനെ ശാന്തമാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ദൈവം ഒരു ശാന്തത വരുത്തി ഇതിനകത്ത്. അല്ല എത്ര പേര് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കർത്താവേ നീ കർത്താവ് അവിടെ എപ്പോഴാണ് ശാന്തത ഉണ്ടായത്? അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അവരുടെ പാപത്തെ കണ്ടുണർന്നപ്പോൾ, അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി, അവരുടെ പോരായ്മകളെ മനസ്സിലാക്കി, അവരുടെ കുറവുകളെ മനസ്സിലാക്കി, ദൈവത്തോടൊന്ന് നിലവിളിക്കാൻ തയ്യാറായപ്പോൾ ഉറങ്ങിക്കിടന്നവൻ എഴുന്നേറ്റു. അല്ല സ്തോത്രം, അധികാരമുള്ളവൻ എഴുന്നേറ്റു, കൽപ്പിക്കാൻ കഴിവുള്ളവൻ എഴുന്നേറ്റു. അല്ല സ്തോത്രം, സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ എഴുന്നേറ്റു, ശാന്തമാക്കാൻ കഴിവുള്ളവൻ എഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളി മുന്നിൽ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളി മുന്നിൽ ശാന്തത വരുത്തുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും സ്റ്റോമിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർ, maybe you may be fine today, but believe that tomorrow you may face kind of storms in your life. നാളെ ഒരു സുപ്രഭാതത്തിൽ പ്രതീക്ഷിക്കാത്ത കാറ്റ് എപ്പോഴാണ് അടിക്കുന്നത് നമുക്കറിയത്തില്ല. ബട്ട് ദർ ഇസ് എ പ്രോമിസ്. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാം, ഒറ്റ കാറ്റും നിലനിന്നിട്ടില്ല, ഒരു കാറ്റും അടിച്ചു നിന്നിട്ടില്ല. ഒരു സ്റ്റോംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി ഫോർ എ സെർട്ടൻ ടൈം, എ വെരി ലിമിറ്റഡ് ടൈം. ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രമാണ് ആ സ്റ്റോം വന്നിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും കഷ്ടതയിൽ കൂടെ പോകുന്നെങ്കിൽ വിശ്വസിക്കുക, ദിസ് ഈസ് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം. ഹല്ലേലൂയ. ഇത് ചെറിയൊരു നേരത്തേക്ക് മാത്രമാണ്. നിലനിൽക്കുന്ന ഒരു കഷ്ടതയല്ല, അല്ല നിലനിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ശാന്തമാക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഏത് കൊടുങ്കാറ്റിൻ്റെയും പിന്നിൽ ഒരു ശാന്തതയുണ്ട്. ഇന്നലകളിൽ നീ കഷ്ടത അനുഭവിച്ചവർ ഇന്ന് ശാന്തത അനുഭവിക്കുന്നില്ലേ? മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി പോയവർ ഇന്ന് നിലനിൽക്കുന്നില്ലേ? അല്ല ജീവിതത്തിന്റെ പ്രതിസന്ധി കൂടെ പോയവർ ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്നില്ലേ? ശാന്തത, അതാണ് എ ഗ്രേറ്റ് കാം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം കണ്ണുകൾ അടയട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.